ബലത്തോടും അധികാരത്തോടും ദൈവശക്തിയോടും കൂടെ ദൈവം തന്നിരിക്കുന്ന ആയുസ് വിശ്വസ്തയോടെ ജീവിക്കുവാനാണ് കർത്താവ് നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. പലപ്പോഴും സാങ്കേതികതകളും ചെറിയ ചെറിയ കാരണങ്ങളും പറഞ്ഞ് പലപ്പോഴും ചിലതിനെയൊക്കെ നാം ഉപേക്ഷിച്ച് കളയാറുണ്ട്. എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ ജനമേ, നീ ബലത്തോടെ നടന്നുകൊള്ളുക. ദൈവിക അഭിഷേകവും അധികാരവും തൻ്റെ ജനത്തിൻ്റെ മേൽ കർത്താവ് പകരപ്പെട്ടിരിക്കുകയാണ്. ശത്രുവിൻ്റെ മുമ്പിൽ ഭയന്ന് ജീവിക്കുവാനല്ല, പിന്നെയോ ദൈവിക അധികാരത്തോടും ദൈവിക ബലത്തോടും കൂടെ ആത്മശക്തിയിൽ മുൻപോട്ട് പോകുവാനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതെ, നമുക്ക് കാണുവാൻ കഴിയുന്നു, ഗോലിയാത്തിൻ്റെ സമയത്ത് നീണ്ട 40 ദിവസം ഇസ്രായേൽ മക്കളെ ഓടി നടന്ന് ഗോലിയാത്ത് വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവൻ്റെ വെല്ലുവിളികളുടെ മുമ്പിൽ എല്ലാവരും ഭയന്ന് വിറച്ചുപോയി. എന്നാൽ ദാവീദ് എന്ന് പറയുന്ന അഭിഷക്തൻ ആ വെല്ലുവിളിയെ ഏറ്റെടുത്ത് ശത്രുവിൻ്റെ നേരെ നിൽക്കുകയും ദൈവം അന്ന് വലിയൊരു ജയം കൊടുക്കുകയും ചെയ്തു. ഞാനൊരിക്കൽ ഇങ്ങനെ ഒരു ചെറിയ കഥ വായിച്ചിട്ടുണ്ട്. ഒളിമ്പിക്സിൽ ഓടി 1-ാം സ്ഥാനത്തെത്തിയ ഒരു വ്യക്തിയോട് ന്യൂസ് ഏജൻസ് അല്ലെങ്കിൽ വാർത്താ ആൾക്കാർ ഒരു ചോദ്യം ചോദിച്ചു: എങ്ങനെയാണ് നിങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞത്? അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞു: എൻ്റെ മനസ്സ് അതിവേഗം ഓടി, എൻ്റെ കാലുകൾ അതിനെ അനുസരിക്കുകയും അതിന് പിന്നാലെ ഓടുകയും ചെയ്തു. എൻ്റെ ഉള്ളം ആദ്യം വിജയം കരസ്ഥമാക്കണമെന്ന് ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തു. അത് നേടുവാനായി എൻ്റെ ശരീരം വളരെ പ്രയത്നിക്കുകയും കഠിനമായി അധ്വാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാനൊരു നല്ല വിജയത്തിലേക്ക് എത്തപ്പെടുവാൻ എനിക്കിടയായി. പലപ്പോഴും നമ്മളുടെ ശരീരം എത്തുന്നിടത്ത് മനസ്സ് എത്താറില്ല, മനസ്സെത്തുന്നിടത്ത് ആത്മാവ് എത്താറില്ല. പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് ഓടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ദേഹവും ദേഹിയും ആത്മാവും ഒരുപോലെ പ്രയത്നിക്കുമ്പോൾ മാത്രമേ കർത്താവ് ആഗ്രഹിക്കുന്ന ജയവും വിടുതലും ബലവും നമുക്ക് പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ 46-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യം: സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അതേ, ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളുടെ നടുവിൽ നാം വ്യക്തമായി മനസ്സിലാക്കുക, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മളുടെ ദുർഗമാകുന്നു. അതെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രതികൂലങ്ങളുണ്ട്, അനർത്ഥങ്ങളുണ്ട്, വ്യാകുലതകളുണ്ട്, ഒന്നുമില്ലായ്മകളുണ്ട്. എന്നാൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു: സൈന്യങ്ങളുടെ യഹോവ നമ്മളുടെ ദൈവമാകുന്നു. 23-ാം സങ്കീർത്തനം 5-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്: എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊഴുകുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അതേ, ജീവിതത്തിൻ്റെ നിർണായകമാകുന്ന ഘട്ടങ്ങളിലൊക്കെ ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുന്ന, ഒറ്റപ്പെടലുകളുടെ നടുവിൽ കൂടെ ഇറങ്ങി വന്ന് സഹായിക്കുന്ന ഒരു സർവശക്തനാകുന്ന ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടി എൻ്റെ ജനമേ, ഈ ബലത്തോടെ നീ പോയിക്കൊള്ളുക. ദൈവം നമ്മെ അനുഗ്രഹിപ്പാനിടയായിത്തീരും. അതെ, ഒറ്റപ്പെടലുകളുടെ നടുവിൽ ധൈര്യത്തോടെ നിൽപ്പാൻ ശക്തിയും ബലവും ആർജിക്കുന്ന ഒരു ദൈവപൈതലിന് മാത്രമേ ദൈവിക അനുഗ്രഹം ഏറ്റെടുക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിർണായകമാകുന്ന സാഹചര്യങ്ങളിൽ, അവസ്ഥകളിൽ ദൈവിക ബലം ഏറ്റെടുത്ത് ധൈര്യത്തോടെ മുൻപോട്ട് പോകാം. ജയവും വിടുതലും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തരും.